ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേര് എന്നോട് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, വീഡിയോസ് ഒന്നും കാണുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ ചെയ്യടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് നല്ല മടിയായിരുന്നു ഗൈസ്, സത്യം പറയാലോ. അപ്പോൾ അവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിസി ഡേ ആണ്, ബിക്കോസ് ഇന്ന് നമ്മുടെ അച്ഛമ്മയുടെ 80ാമത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. വെള്ളിയാഴ്ചയായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും ഒരു അവധിയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സൺഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടി, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നല്ല സൂപ്പർ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കൈ കുഞ്ഞിയുടെ ഇവിടെ തടഞ്ഞില്ല, കാണാനില്ല. കുഞ്ഞുലക്ഷ്മിനോട് എന്ത് പറഞ്ഞാലും ഇപ്പൊ കുഞ്ഞുലക്ഷ്മിക്ക് ദേഷ്യമാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഭയങ്കര ഒരു, എനിക്കറിയില്ല, ഇപ്പൊ കുഞ്ഞ് 7ാം ക്ലാസ്സിലേക്കാണ് അയക്കുന്നത്, ഇനി അതിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര അരോഗൻസ് ആണ് സ്വഭാവം. ഇതാണ് ഗൈസ് എൻ്റെ അമ്മയുടെ അമ്മൂമ്മ ഇവിടെ വെറുതെ റെഡി ആയിട്ടൊന്നുമില്ല, ഇങ്ങനെയാണ് ആളുടെ ഒരു സ്ഥിര വേഷം. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറിയൊക്കെ തൊട്ട് സച്ചുകുളി കഴിഞ്ഞ് റെഡി ആവുന്നുണ്ട്. കണ്ടോ ഗൈസ്? ഉണ്ടാക്കലാണെന്നറിയോ ഞാൻ എത്ര മണിക്ക് എഴുന്നേറ്റുണ്ടാക്കുന്നതാണെന്നറിയോ? 6 മണി തുടങ്ങി ഞാൻ ഉണ്ടാക്കുന്ന. സ്മിതാന്റെയാണ് ഗൈസ് പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ പായസം കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അമ്മ പപ്പടമാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഗൈസ് നമ്മ ഫുഡ് എല്ലാം പുറത്തുനിന്നാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഇപ്പൊ നോൺ വെജ് ആണ്. എനിക്ക് സദ്യനോടായിരുന്നു താല്പര്യം. എന്താന്ന് വെച്ചാ സദ്യയാണോ? സത്യം പറഞ്ഞ എനിക്ക് നോൺ വെജിനോടായിരുന്നു. മറ്റേ കല്യാണ തലേ ദിവസത്തിന്റെ പോലത്തെ. അപ്പൊ നമ്മള് ഫുഡ് പുറത്തുനിന്നാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് സദ്യ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം സത്യത്തില്. എന്താന്ന് വെച്ചാ എനിക്ക് നോൺ വെജിനോടൊക്കെ ഇഷ്ടമേ കുറഞ്ഞു. എന്താന്നറിയില്ല, ആദ്യത്തെ ഒരു 3 months എനിക്ക് ഛർദിക്കും. ചിക്കനൊന്നും എനിക്ക് കഴിക്കാനേ പറ്റില്ല. ആകെ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ നോൺ വെജ്. അപ്പൊ ഗൈസ്, അപ്പൊ അമ്മാമ്മ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ബർത്ത്ഡേ ഗേൾ. എന്താണ് അമ്മാമ്മയ്ക്ക് 80 വയസ്സായിട്ട് പറയാനുള്ളത്? ഇതൊക്കെ എന്താണ് ഈ 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അമ്മാമ്മയ്ക്ക് തോന്നണേ? അമ്മാമ്മയ്ക്ക് വയ്യാണ്ടായി ഗൈസ്. അമ്മൂമ്മ ഇപ്പം അധികം നടക്കുന്നൊന്നുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 3 ആഴ്ചയായി അല്ലേ? സോഡിയം കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പക്ഷെ അമ്മൂമ്മയുടെ ഒരു വിൽ പവർ കൊണ്ട് അമ്മാമ്മ എനർജറ്റിക് ആയിട്ട് നടക്കുന്നു. അന്നൊന്ന് എഴുന്നേറ്റ് നോക്കട്ടെ. യെസ്, അമ്മൂമ്മ ആരും പിടിക്കാതെ എഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മമ്മ ഒറ്റയ്ക്ക് എഴുന്നേൽക്കാറില്ലായിരുന്നു. ഇനി ഇരുന്നോ പയ്യെ? ഓക്കെ. അപ്പൊ പറ, എന്താണ് അമ്മാമ്മയ്ക്ക് ഒരു 80 വയസ്സായിട്ട് പറയാനുള്ളത്? സുഖമായിരുന്നോ ഇത്രയും നാള് ജീവിതമൊക്കെ? 3 മക്കളുണ്ട്. 3 മക്കൾക്കും മൂത്തവനും 2 പെണ്ണ് കല്യാണം കഴിഞ്ഞ് അവർക്കും ഇതായി. ഇളയവൻ്റെ മോളും കല്യാണം കഴിഞ്ഞ് 3ാമത്തെ കൊല്ലമാണ്. അവളും സുഖമായിട്ടിരിക്കുന്നു. യെസ്, ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? എനിക്ക് ഇനി എന്തൊക്കെ വേണ്ട. ഇനി ഒരെണ്ണമുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭയങ്കര മൂടേറി. അതെ, ശരിയാണ്, വളരെ കറക്റ്റ് ആണ് അത് പറഞ്ഞത്. കണ്ടില്ലേ, രാവിലെ തന്നെ ലേസ് ആണ് തിന്നുന്നത്. കാണിച്ചേ. അത് പുറത്തുനിന്നുള്ള തീറ്റ വേണം. അത് ഇവിടെ വേണ്ട സാമാനങ്ങളുണ്ട്. എന്നാലും പുറത്തേക്ക് പോകുമ്പോൾ വേറെ സാമാനം തോന്നണം. യെസ്, ഓക്കെ ഗൈസ്. ലൈറ്റ് ഉണ്ടോ ഗൈസ്? അപ്പൊ ഞാൻ എൻ്റെ സെറ്റിൻ്റെ മാമിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സച്ചി നല്ല, എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റുകളിൽ അമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സച്ചി കൊടുത്തതായിരിക്കും.
കാരണം. ഓക്കെ, സച്ചി എന്താ കൊടുത്തതെന്ന് നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് ചോദിക്കാം. ഇതെന്റെ ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ അമ്മൂമ്മക്ക് നല്ല സൂപ്പർ സെറ്റ് മുണ്ട്, ബ്ലൗസ്, തുണിയും 2x2 ടോപ്പ്. ഓൺലി 2x2 മാത്രമേ ഇടുള്ളൂ. ഇതാണ് ഗിഫ്റ്റ്. ഇത് നമ്മൾ ഇന്ന് ഉടുക്കുന്നതായിരിക്കും. നല്ല നീല സെറ്റ് ഉണ്ട്. ഓക്കെ, അമ്മമ്മക്ക് എന്താണ് സച്ചി ഗിഫ്റ്റ് തന്നത്? മുറുക്കാനാണ് ഗിഫ്റ്റ് ഇട്ടത്. ഇത്രയും വയ്യാതെ ഇരുന്നിട്ടും എല്ലാവരും സോഡിയം കയറ്റുന്നു, ഗ്ലൂക്കോസ് കയറ്റുന്നു, മരുന്ന് കയറ്റുന്നു. എല്ലാരും പറഞ്ഞു അമ്മൂമ്മ പുകലൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. കണ്ട, പുകല മുറുക്കാൻ ഇടിച്ച് ചതച്ച് കണ്ട സെറ്റായിട്ട് ഡെയിലി ചുണ്ണാമ്പ് ഡെയിലി മരുന്നിന്റെയും കൂടുതൽ തവണ മുറുക്കാണ് ചെയ്യുന്നത്. പിന്നെ ആൾക്കൊരു കോൺഫിഡൻസ് മുറുക്കുമ്പോ കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് അമ്മൂമ്മേനെ റെഡി ആക്കിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു കോംബോ പാക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ സച്ച് സെറ്റ് ചെയ്ത് തരണം ബലൂൺസ്. ഇല്ല, അത് അതേപോലെ സെറ്റ് ചെയ്യാനാണ് ഞാനത് മേടിച്ചു തന്നത്. അതേപോലെ സെറ്റ് ചെയ്യാനാണ് അത് മേടിച്ചു തന്ന. ഇൻസ്പോ ഇതാണ് നമ്മുടെ ഇൻസ്പോയോ? ഇതാണ് മറ്റേ ട്രാവൽ വിത്ത് അരുണിമയുടെ അനിയത്തി. ചേച്ചി എവിടെ ഇപ്പോ? നമുക്ക് രണ്ട് ഇത് തന്നുണ്ട് വീർപ്പിക്കാനായിട്ട്. സോ നമ്മൾ ഇതാണ് നമുക്ക് ഇതുപോലെ രണ്ട് ബർത്ത്ഡേ ഞാൻ പോയി ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ചെയ്തിട്ട് അറിയോ സച്ചിക്ക് ഇത്? പറ്റില്ല. സെർച്ച് ചെയ്താൽ മതി. എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അമ്മൂമ്മക്ക് ആരും കൊടുക്കാത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റ്? അതായത് എന്തുകൊണ്ടാണ് മുറുക്കാൻ എങ്ങനെ കിട്ടിയ ഐഡിയ? ബ്രെയിൻ. യെസ്. ശരിക്കും ഈ വർഷത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ഞങ്ങളെക്കാളും അമ്മൂമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ 79ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ വർഷം അമ്മൂമ്മയുടെ. അപ്പോൾ ഞങ്ങൾ അറിയൊന്നുമില്ലായിരുന്നു. തലേദിവസം ഇങ്ങനെ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ചുമ്മാ രാത്രി സർപ്രൈസ്ഡ് ആയിട്ട് വീട്ടിലോട്ട് വന്ന് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അമ്മൂമ്മയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ അന്ന് അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത ബർത്ത്ഡേക്കാണ് കേക്ക് കൊണ്ടുവരണ്ടേ, അന്നാണ് എനിക്ക് 80ാമത്തെ ബർത്ത്ഡേ ആവുക, അന്നല്ലേ കേക്ക് കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വർഷമാണെന്നുണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. ഈ ബർത്ത്ഡേ ഒക്കെ അടുക്കാറായപ്പോൾ ഒട്ടും വയ്യാണ്ട് അമ്മമ്മയ്ക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ പറ്റിയപ്പോൾ ആൾക്കിങ്ങനെ ടെൻഷനും ഭയങ്കര പേടിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ 80ാമത്തെ പിറന്നാളാണ്, എൻ്റെ 80ാമത്തെ വയസ്സാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അമ്മമ്മയ്ക്ക് ഏറ്റവും അടുത്ത കുറച്ച് പേരെയൊക്കെ വിളിച്ച് നമുക്ക് ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കുട്ടി ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തു. ഒരു നല്ല പിങ്ക് കളർ തീമാണ്, നമ്മൾ പിങ്കും വൈറ്റും ആണ് തീം. കാരണം അമ്മമ്മ വൈറ്റ് സെറ്റും കൊണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പിങ്കും വൈറ്റും പിന്നെ അമ്മമ്മ വൈറ്റും കൂടി ഇടുമ്പോൾ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചൊരു പിങ്ക് കളറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചക്കരയും ഞാനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഈ ബലൂൺസൊക്കെ സെറ്റ് ചെയ്തത്. ബലൂൺസൊക്കെ സെറ്റ് ചെയ്തത് അവളുടെ ഐഡിയ ആണ്. നമുക്ക് ആ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം അവൾ അതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ടൈം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണി ആവാറായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് അത് വളരെ കുറച്ച് പേരെന്നാൽ ഒരു 19 പേരൊക്കെ ഉണ്ടായിരുന്നു. അമ്മമ്മയുടെ ക്ലോസ് റിലേറ്റീവ്സ്, ഇപ്പോൾ അമ്മമ്മയുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നെ അമ്മമ്മയ്ക്ക് 3 മക്കളാണ്, വെല്ലിച്ചൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ എങ്ങനെയുണ്ടെന്ന് കമന്റ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഫുഡ് എനിക്ക് ബസ് അറിയാം, ബസ്. ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോ പക്ഷെ ഇവരുടെ ഇവിടെ അങ്ങനെ ഇവരുടെ ഇവിടെ പുറത്ത് പോണവരൊക്കെ ജേഴ്സി ഇട്ടിട്ടാ പോണേ. വെരി ബാഡ് പ്ലേസ്. ഫുട്ബോൾ കളിക്കാം. എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? അതില് 5ലും 4 റഫീനെ പിടിച്ചിട്ടല്ലേ വിട്ടുപോകും. അത് ഇത് കണ്ടറിയില്ലേ? ഒരു 12:30 ആയപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഏൽപ്പിച്ചേക്കുന്ന ഫുഡ് വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചുരുളി സിനിമയിലൊക്കെ പോലെ ഉള്ള മീൻസ് ചുരുളിയിൽ ലൊക്കേഷൻ പോലെ ഉണ്ടെന്നാണ് സച്ച് പറയുന്നത് നമ്മുടെ ഓരോ വഴിയും കണ്ടിട്ട്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് നേരെ നമ്മൾ വീട്ടിലെത്തി. ആണ് ദുബായ് വാല ഗേൾ. അവിടെ തന്നെ ഒരു മാസം വെറുതെ ദുബായ് പോയി അടിച്ചു പൊളിച്ചു വന്നു. എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ് എക്സ്പീരിയൻസ്? കേരളമാണോ ദുബായ് ആണോ അടിപൊളി? പിന്നെ നാണാവില്ലേ അങ്ങനെ പറയാൻ? നിരഞ്ജസിന് ഏത് സ്ഥലം ഇഷ്ടമായത്? ശരിക്കും ബാലുട്ടന് എന്താണ് അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? എന്നാലും പറ. നന്നായിട്ട് വരണം. അതാണ്. ആ വെരി ഗുഡ്. പിന്നെന്താണ്? 5 വർഷം മതിയാ? 5 വർഷം കൂടി പോരാ? 18 വർഷം കൂടി ജീവിച്ച്. ആ പിന്നെ കേട്ടാ പറയണത്. ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മമ്മ മരിക്കാൻ പാടുള്ളൂ. അപ്പൊ അമ്മമ്മക്ക് സങ്കടാവില്ല? അമ്മമ്മ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ മരിച്ചു കഴിഞ്ഞാ എല്ലാരും. റംബൂട്ടാൻ ഇഷ്ടായി. ഏതാരത്? കഴിഞ്ഞ ദിവസം അമ്മാമ്മ എന്നെ വിളിച്ചപ്പോ പറയാണേ, ആ വിലാസിനിക്ക് വയ്യാതായതാണ് എന്റെ കഷ്ടം, എനിക്ക് പറ്റിയ ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. ഈ വൈറ്റ് സെറ്റ് മുണ്ട് എടുത്താണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മായി. മറ്റേതും എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, എൻ്റെ ഒരു അമ്മായി. മറ്റേത് എൻ്റെ അമ്മ. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഉച്ചയ്ക്കായപ്പോഴേക്ക് അത്യാവശ്യം എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ കണ്ണനും ധ്യാനിട്ടനും ലക്ഷ്മി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണ നിന്നെ ഞാൻ ഇന്ന് എൻ്റെ വ്ളോഗിലും എടുത്തോടാ. ധ്യാനിട്ട ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. റംബൂട്ടാൻ വേണോ കൊച്ചിന്? റംബൂട്ടാൻ സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കില്ലേന്ന്. ആ പച്ചയുടെ അടുത്ത് നീ മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ? എന്നാലും പറയട്ടെ, ചിലപ്പോ അത് വേറെ ആരുടെങ്കിലും ജേഴ്സി ആണെങ്കിലോ? ഇല്ല, അതെന്താ? കുഞ്ഞാരുടെ ജേഴ്സി ഇട്ടാണ്? ഈ വീഡിയോ എന്റെ വീഡിയോയിൽ അങ്ങനെയൊന്നും പറയണ്ട. ഹായ്
മുറിക്കില്ല മുറിക്കില്ല വേണ്ട വേണ്ട ആ എന്നാ കുറച്ച് ഈ ഒരു പീസ് മാത്രമേ ഞാൻ കഴിക്കൂ. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് മറ്റൊന്നുമില്ല, ചോറ്, നല്ല ക്യാബേജ് തോരൻ, അങ്കമാലി മാങ്ങക്കറി, പിന്നെ ചിക്കൻ റോസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു, ഗോതമ്പ് പായസമായിരുന്നു. പൊതുവേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഗോതമ്പാണ് ഉണ്ടാക്കുക, അപ്പോൾ ഇപ്രാവശ്യം ഗോതമ്പ് തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് നന്നായി വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇടയ്ക്കൂടെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സച്ചൊക്കെ ഇതാ നന്നായി ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനം വരെ ഫുഡൊക്കെ വിളമ്പി ആള് പാവം. ചിക്കനെ കണ്ട് ചിക്കൻ എനിക്ക് അങ്ങനെ
ലെഫ്റ്റ് ഹാൻഡ് അവൻ വരില്ല, അവനവിടെ ടാസ്ക് ഉണ്ട്. നിന്റെ പേരെന്തടി? കണ്ടാ കിട്ടില്ല പേര്, ബിയോൺസ് പാട്ടുകാരുടെ പേര്. അമ്മൂമ്മ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. അമ്മൂമ്മ അങ്ങനെ അധികം കഴിക്കില്ല, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ആൾക്ക് റൂമിൽ കൊണ്ട് കൊടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇതായിരുന്നു കഴിക്കുക കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ നടി വന്നിട്ടുണ്ട്, നടി ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. കുഞ്ഞലക്ഷ്മി ചക്കര സത്യത്തിൽ കിഡ്സ് ടീമിലാണ്. അവൾ കുഞ്ഞിലക്ഷ്മിയുടെ ഗ്യാങ്ങിൽ പെട്ട ആളാണ്. ഞങ്ങളുടെ ടീമിൽ നിന്നൊക്കെ അവൾ മാറി കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതും എന്താ പറയുക, മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സ് മാറുന്നതും ഒക്കെ അവരുടെ കൂട്ടത്തിൽ കിടന്നാണ്. കണ്ടില്ലേ, ഇവളുടെ ഒരു ഗ്യാങ് തന്നെ ഇപ്പോൾ വേറെയാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ ഞാൻ ദാ ഇവിടെ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കൊക്കെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണെന്ന്. എന്തിനാ ഒച്ചെടുത്ത? ഞാനെന്ത് ചെയ്ത്? എന്താ ഇതാണ് റിച്ചു. സച്ചി ഇപ്പുറത്തുനിന്ന് ഇവിടെ നിന്നാല വിളിച്ചത്. സച്ചിയുടെ ചായ ഇല്ലേ റിച്ചുന്? കറക്റ്റ് റിച്ചു നേരത്തെ ഉണ്ടായി 3 മാസം മുന്നേ. ചേട്ടൻ്റെ അടുത്തേക്ക് മുഖം വെച്ചേ. അങ്ങനെ വന്ന എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നമ്മളിതാ പയ്യെ നടക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. നടക്കുക എന്നതിലുപരി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാടമാണ്. ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഞാറ് നട്ടേക്കുവാണ് കേട്ടോ. ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉഴുത് എല്ലാം സെറ്റ് ചെയ്ത് ഞാറ് നട്ട് കഴിഞ്ഞു. അപ്പോൾ ചുമ്മാ ഫോട്ടോസൊക്കെ എടുക്കാം, ഇവിടേക്കൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങാൻ വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങി. പക്ഷെ ഇന്ന് മഴയില്ലാത്തത് കൊണ്ടും കുറച്ച് വെയിലായിരുന്നു. നല്ല ബ്ലൂ സ്കൈ ഒക്കെയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഇച്ചിരി വെയിലും ചൂടും കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് അധികം അങ്ങനെ വെയിലത്ത് നിൽക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു ചെറിയൊരു വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ പറമ്പിൽ പോയി കുറച്ച് ഞങ്ങളുടെ മാത്രം ഫോട്ടോഷൂട്ട്സ്. നമ്മളങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ആഫ്റ്റർ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒട്ടും ഫോട്ടോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസാണ്. സോറി മിഠായി മരുന്ന് അവിടെ മാറി ശല്യം കൊണ്ട് പോങ്ങിട്ട്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുകൾ ഒറ്റ ആളെയും കാണാനില്ല കേട്ടോ.
എന്ത് ഭംഗിയാന്ന് നോക്കി ഇവരിയ്ക്കണയൊക്കെ കാണാനായിട്ടല്ലേ. നമ്മളുടെയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കാറില്ല. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ ഒരു ഫുൾ ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മൂമ്മയുടെ ബർത്ത്ഡേ. ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അമ്മൂമ്മ മീൻസ് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്, അച്ഛമ്മ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അമ്മൂമ്മന്നേ വരുള്ളൂ. ഞാൻ അങ്ങനെയാണ് വിളിച്ച് ശീലിച്ചത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. എല്ലാവരും പോയി തുടങ്ങി. വൈകിട്ടൊക്കെ ആയപ്പോൾ സ്മിതാനി നമുക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നു. കട്ടൻ ചായയൊക്കെ കുടിച്ച് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. അമ്മൂമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അടിച്ച് പൊളിച്ചു ഞങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്.